ഹലോ മക്കളെ, എല്ലാവർക്കും റാത്ത് തന്നെയല്ലേ? ഇന്ന് നിങ്ങൾക്കൊരു സ്പെഷ്യൽ ബിരിയാണിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഭയങ്കര ടേസ്റ്റുമാണ്, പക്ഷേ ഉണ്ടാക്കാൻ വളരെ ഈസിയുമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനും വേണ്ടിയിട്ട് ഞാനിവിടെ 100 ഗ്രാം ഇഞ്ചിയും 100 ഗ്രാം വെളുത്തുള്ളിയും നല്ല പാങ്ങ് തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇവിടെ അരക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. പിന്നെ ഇതിന് വേണ്ടത് 10 പച്ചമുളക്. അപ്പോൾ അത് രണ്ടും വേറെ വേറെ തന്നെ അരച്ചിട്ട് വെക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയാണ് പേസ്റ്റാക്കിയിട്ട് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പച്ചമുളക് വേറെ തന്നെ അരച്ചിട്ട് എടുക്കുന്നതാണ് ചെയ്യൽ. ഇപ്പോൾ ഇഞ്ചിയും പച്ചമുളകും മിക്സിൻ്റെ ചെറിയ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, കൂടുതൽ വെള്ളമായി പോണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുക്കണം. പിന്നെ പച്ചമുളക് ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് അതൊന്ന് ചതച്ചിട്ടെടുക്കണം. അതിന് വെള്ളമൊന്നും ഒഴിക്കണ്ട, അങ്ങനെ ഒന്ന് ചതച്ചിട്ടെടുത്താൽ മതി. പിന്നെ ഒരു കോഴി എടുത്തിട്ടുണ്ട്, മീഡിയം സൈസിലുള്ള ഒരു കോഴി. തൊലിയെല്ലാം കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ടാകുമ്പോൾ 1.5 കിലോ ഉണ്ട്. ഈ കോഴി ഞാനിവിടെ 10 പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ വലിയ പീസാണ്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മുളക് പൊടി മസാലയെല്ലാം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിന്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയാണ് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തത്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും ഒഴിച്ചു കൊടുത്തു. ഞാൻ ഇതിലേക്ക് കുറച്ച് കളർ ചേർത്ത് കൊടുത്തിന്, ചുവന്ന ഫുഡ് കളർ. അത് വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി, വേണ്ടെങ്കിൽ അത് കളയാം. ഓക്കെ. പിന്നെ ഇതിലേക്ക് തൈര് വേണം, 4 ടേബിൾ സ്പൂൺ തൈര്. നല്ല കട്ടിയുള്ള തൈര് എടുക്കണം, അതായത് 1/4 കപ്പ്. അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുത്ത് വെക്കണം. ഇനി ഇത് ഫ്രിഡ്ജിലാണ് ഞാൻ വെക്കുന്നത്. ഒരു 4 മണിക്കൂറിൽ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ച്, അതിന് ശേഷം നമുക്ക് ഇത് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ 4 മണിക്കൂറെല്ലാം വെക്കണം. ഇനി ഇല്ലെങ്കിൽ 1 മണിക്കൂർ വെച്ചാലും മതി. അപ്പം 4 മണിക്കൂർ വെക്കുന്ന സമയത്ത് കോഴിയെല്ലാം നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വരും. ഇനി മീഡിയം തീയിൽ 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇത് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ഇത് ഫ്രൈ ആക്കുമ്പോൾ തന്നെ ഭയങ്കര മണം. ഇതിലേക്ക് നമ്മൾ തൈരെല്ലാം കൂട്ടിയിട്ടല്ലേ ഫ്രൈ ആക്കുന്നത്. അപ്പോൾ അത്ര നല്ലൊരു മണമുണ്ട്. ഞാൻ എല്ലാം ഫ്രൈ ആക്കിയിട്ട് എടുത്ത്. പിന്നെ വേണ്ടത് തക്കാളി, നീരുള്ളി. അപ്പോൾ ഞാനിവിടെ 3/4 കിലോ നീരുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 300 ഗ്രാം തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് അധികം എണ്ണ ഒഴിച്ചു കൊടുത്ത്. അപ്പോൾ ആദ്യം ഇതിന്ന് പാതി ഉള്ളി ഞാൻ ഫ്രൈ ആക്കിയിട്ട് എടുക്കും. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് അധികം തന്നെ എണ്ണ ഒഴിച്ചു കൊടുത്തത്. ഉള്ളി ഒരു ലൈറ്റ് ഗോൾഡ് കളർ ആകുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിച്ചപ്പിലയും കൂടി ഇട്ട് കൊടുത്ത്. എന്നിട്ട് നല്ല പൊന്നിൻ്റെ കളർ ആയിട്ടാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ തന്നെ കോരിയിട്ട് എടുക്കണം. കരിഞ്ഞോണ്ട, കരിഞ്ഞെങ്കിൽ ടേസ്റ്റ് എല്ലാം മാറിപ്പോവും. ഇപ്പോൾ ഞാൻ എല്ലാം എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ബാക്കി എണ്ണയിലേക്ക് ബാക്കിയുള്ള ഉള്ളി ഉണ്ടല്ലോ അതിട്ടിട്ട് നല്ല പോലെ വഴറ്റിയിട്ട് എടുക്കണം. നല്ല സോഫ്റ്റ് ആകണം. ഈ ഉള്ളിയെല്ലാം പച്ച പച്ച ഉണ്ടെങ്കിൽ ബിരിയാണി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ കുറച്ച് കറിച്ചപ്പല ഇട്ട് കൊടുത്ത്. അപ്പോൾ എൻ്റെ മുറ്റത്ത് ഇഷ്ടം പോലെ കറിച്ചപ്പലുണ്ട്. അപ്പോൾ ഞാൻ എല്ലാത്തിനും കറിച്ചപ്പല നല്ലോണം ഇട്ട് കൊടുക്കും. കറിച്ചപ്പലെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഉള്ളി വയന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഞാൻ അധികം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം ഇതിലേക്ക് തന്നെ വേണ്ട, ഇന്നൊരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ പച്ചമുളക് 10 പച്ചമുളക് ചതച്ച് വെച്ചിട്ടില്ലേ അത് മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും 3 ടേബിൾ സ്പൂണും ബാക്കി മുഴുവൻ പച്ചമുളക് പേസ്റ്റാക്കിയതും ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന രീതിയിൽ വഴറ്റി കൊടുക്കണം. ഞാൻ മീഡിയം തീയിൽ വെച്ചിട്ടാണ് ഇതെല്ലാം വഴറ്റിയിട്ട് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞൊന്നും പോയല. എല്ലാം മൂത്ത മണം വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് 300 ഗ്രാം തക്കാളി നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞത്, നേരിയതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. ഇനി ഈ തക്കാളിയും നന്നായിട്ട് വഴന്ന് സോഫ്റ്റ് ആക്കണം. ഇപ്പോൾ തക്കാളിയെല്ലാം വഴന്ന് നല്ല ജ്യൂസി പരുവത്തിലായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അൽഫാം മസാല ഇട്ട് കൊടുത്ത്, ഒരു 2 ടേബിൾ സ്പൂൺ അൽഫാം മസാല ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇത് ഇട്ടിട്ട് ബിരിയാണി വെച്ചാൽ ഭയങ്കര ടേസ്റ്റ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത്, പിന്നെ കുരുമുളകിൻ്റെ പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്ത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലോണം വഴറ്റിയിട്ടെടുത്ത്. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ആക്കി വെച്ച നീരുള്ളി ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് 3/4 ഭാഗം ഇട്ട് കൊടുക്കണം. ബാക്കി കുറച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മല്ലിച്ചപ്പലയും കൂടി ഇട്ട് കൊടുത്ത്.
പൊതുവേ ഞാൻ മല്ലിയില കുറച്ച് അധികം ഇടുന്ന കൂട്ടത്തിലാണ്. അപ്പം നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ വെള്ളമെല്ലാം ഇതിലേക്ക് ഒന്ന് വലിഞ്ഞ് നല്ല പാകമായി വരണം. ആ സമയം ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയുടെ പകുതി ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് കാണും പോലെ തന്നെയാണ് ടേസ്റ്റും. ഒരിക്കൽ ഞമ്മ ഈ ബിരിയാണി ഉണ്ടാക്കിയെങ്കിൽ പിന്നെ എപ്പോൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കും. അത് ഞാൻ ഉറപ്പ് പറയാം നിങ്ങളോട്. ഇനി എല്ലാം നല്ലപോലെ മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് മല്ലിച്ചപ്പല വീണ്ടും ഇട്ട് കൊടുത്ത്. മല്ലിച്ചപ്പല ഇട്ട് കൊടുത്തെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവർ ഭയങ്കര തന്നെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്തോ. എന്നിട്ട് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് വേവിച്ചിട്ടെടുക്കണം. ഇതാ ഇപ്പോൾ നന്നായിട്ട് മസാലയെല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പിന് 4 കപ്പ് വെള്ളം എന്ന കണക്കിൽ ഞാനിവിടെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ബേ ലീഫ് ഇത്രയും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ മന്തിയുടെ ഒരു ഫ്ലേവറെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഡ്രൈ ലെമണും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഉപ്പ് 1 കിലോ അരിക്ക് 3 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കണം. ബാസ്മതി റൈസാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അരി 1 മണിക്കൂർ മുന്നേ തന്നെ കൈയിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ടായിന്. നല്ലപോലെ കുതിർന്നിട്ടാകുമ്പോൾ വെള്ളമെല്ലാം ഊറ്റിയിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇപ്പോൾ വീണ്ടും അരി ഇട്ട പിന്നെ നല്ലോണം തിളച്ച് വന്ന് കഴിഞ്ഞാൽ 8 മിനിറ്റ് അരി വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കണം, ആദ്യം വെള്ളം തിളക്കണം, തിളച്ചിട്ടാകുമ്പോൾ അരി ഇടണം, അരി ഇട്ട പിന്നെ വീണ്ടും വെള്ളം തിളക്കണം, മീഡിയം തീയിൽ 8 മിനിറ്റ് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ ഇതാണ് കണക്ക്. ഇനി ഊറ്റി വെച്ച ചോറുണ്ടല്ലോ അത് മസാലൻ്റെ മീത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ മസാലയും ചോറും രണ്ടും നല്ലപോലെ ചൂടുണ്ടായിരിക്കണം. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ദമ്മായി കിട്ടും. ഇപ്പോൾ എൻ്റെ ചട്ടി കുറച്ച് ചെറുതായതുകൊണ്ട് നല്ല ഫുള്ളായി ചോറ്. ഇനി ചോറെല്ലാം നല്ലപോലെ നിരത്തി കൊടുത്ത പിന്നെ ഇതിൻ്റെ മീത്തേക്ക് ഫുഡ് കളർ വേണമെങ്കിൽ ഫുഡ് കളർ ഇടാം. ഞാൻ കുറച്ച് നെയ്യ് മാത്രമേ ഇന്ന് ഇട്ടിനത്. നോമ്പെല്ലായിട്ടാകുമ്പോൾ കുറേ കളറും കുറേ നെയ്യൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് കുറച്ച് സവാള അതിൻ്റെ മുകളിലേക്ക് ഫ്രൈ ആക്കിയത് ഇട്ട് കൊടുത്ത്. പിന്നെ കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുത്തിന് മല്ലിച്ചപ്പ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. കളർ വേണമെങ്കിൽ കളർ ഇടാം. കുറേ എണ്ണയെല്ലാം ഉപയോഗിക്കുക. നോമ്പ് അല്ലാത്ത ദിവസങ്ങളിലാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നതെങ്കിൽ 1 കിലോ അരിക്ക് 100 ml നെയ്യും 100 ml വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കൽ. അപ്പോൾ ഇന്ന് ഞാൻ അത്രയൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതാണ് കറക്റ്റ് അളവ്. ഇപ്പം ഞാൻ എന്താക്കി 15 മിനിറ്റ് ദമ്മിട്ട്. അപ്പോൾ അടിയിൽ ഒരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ മീത്തെയാണ് ഈ ബിരിയാണീൻ്റെ ചട്ടി വെച്ചത്. എന്നിട്ട് മൂടി വെച്ചിട്ട് 15 മിനിറ്റ് ചെറിയ തീയിൽ ദമ്മ് ചെയ്തെടുത്ത്. ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഞാൻ തീയെല്ലാം ഓഫാക്കിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പിന്നെയാണ് ചോറ് വിളമ്പുന്നത്. ചോറെല്ലാം വിളമ്പി അടിപൊളി മണവും അടിപൊളി ടേസ്റ്റുമാണ് ഈ ബിരിയാണിക്ക്. മന്തീൻ്റെ ഫ്ലേവറും അതേപോലെ ബിരിയാണീൻ്റെ ടേസ്റ്റും എല്ലാം കൂടിയിട്ടാകുമ്പോൾ ഇനി വല്ലാത്തൊരു രുചി തന്നെ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്ക്. വീണ്ടും കാണാം. ജസാക്കല്ലാഹ് ഖൈർ.